എല്ലാവർക്കും പിക്സൽ ഫോട്ടോസിലെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് ഏകദേശം 2017 നവംബർ 17 ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഈ ഒരു ചാനലിൽ ഞാൻ ഇട്ടുപോയിട്ടുണ്ട്. ലൈക്ക് ഷോർട്ട് ഫിലിംസ്, അതുപോലെ തന്നെ എഡിറ്റഡ് വീഡിയോസ്, അങ്ങനെ പിന്നെ BGMs. നമ്മൾ തിയേറ്ററിലൊക്കെ പോയിട്ട് ആ BGMs റെക്കോർഡ് ചെയ്തിട്ടൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇത് ഇല്ലീഗൽ കാര്യമല്ല. എന്തായാലും അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. ബട്ട് ഒരു ചാനലിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തിനാണ്? ഒരു നീഷുമായിട്ട് ഒരു നീഷുമായിട്ട് പോകുന്ന ചാനലിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബട്ട് എൻ്റെ ചാനൽ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു ചാനലാണ്. അതായത് എല്ലാ കണ്ടന്റും വാരി പഠിച്ചിരുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു, അതെല്ലാം വീഡിയോസ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഇന്ന് 2026 മെയ് 6 ഇന്നു മുതൽ ഈ ഒരു ചാനൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ ആം റീഇൻട്രൊഡ്യൂസിങ് മൈ ചാനൽ പിക്സൽ ഫോട്ടോസ്. സോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നീഷ് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് എഡിറ്റിംഗ് ആണ്. അതായത് ഒരു സിനിമാറ്റിക് രീതിയിൽ എഡിറ്റ് ചെയ്ത് വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻ്റെ ഈ ഒരു അക്കൗണ്ടിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോക്കസിലേക്ക് ഇന്ന് ഞാൻ പോകാൻ പോവുകയാണ്. ഇന്നു മുതൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ബട്ട് റെഗുലറി ഈ ഒരു വീഡിയോ ചെയ്ത് പോകാൻ പറ്റില്ല, കാരണം ഇതിന് നല്ല രീതിയിൽ എഡിറ്റിങ്ങും അതുപോലെ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടന്റ്സും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സമയം എടുക്കും. ബട്ട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ്. വെറും സ്റ്റോറി ടെല്ലിംഗ് അല്ല, സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ്. ആ രീതിയിലാണ് ഇനി മുതൽ നമ്മുടെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് 5 പോയിന്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിവീൽ ദ ഷോട്ട്. അതായത് ഇൻട്രൊഡ്യൂസ് ദ ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തെങ്കിലും ഒരു ഷോട്ട്, അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നമ്മൾ റിവീൽ ചെയ്യും. ആദ്യമേ പെട്ടെന്ന് ആ ഒബ്ജക്റ്റിലോട്ട് പോകാതെ പതുക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം ഒന്ന് റിവീൽ ചെയ്യുക. അതായത് നിങ്ങൾ പോകുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ മൂന്നാറാണെങ്കിൽ പെട്ടെന്ന് ആ സ്ഥലത്തെ കാണിക്കാതെ നമ്മൾ ഒരു റിവീൽ ചെയ്യുന്ന പോലെ, അതായത് ഡൗണിൽ നിന്നും അപ്പിലേക്ക് ക്യാമറ തിരിച്ച് ആ സ്ഥലത്തെ ഒരു എൻ്റയർ സ്ഥലത്തെ നമ്മൾ ഒരു വൈഡ് ആംഗിളിൽ ഒന്ന് റിവീൽ ചെയ്യുക. ആ എൻ്റയർ സ്ഥലം, അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോ വാക്കുകളോട് പറഞ്ഞ് അത് ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ് മൂന്നാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാക്കുകളിലൂടെയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ വിഷ്വൽ കാണിക്കുന്നതിനൊപ്പം വാക്കുകളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക്, നല്ല എപ്പിക്കായിട്ടുള്ള മ്യൂസിക്കിലൂടെ നമുക്ക് ആ ഒരു പ്രദേശത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോമ്പോസിറ്റിംഗ് ആൻഡ് ഫ്രെയിമിംഗ് എന്നുള്ളതാണ്. സിനിമാറ്റിക്കലി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ റൂൾ അനുസരിച്ച് വേണം ഈ വീഡിയോസ് ഒക്കെ എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാനൽ ഞാൻ ഇട്ടിട്ടില്ല. എന്തായാലും അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പം അതിലെ ആദ്യത്തെ റൂളാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഉള്ള 2 ലൈൻ വരുന്ന ഈ റൂളിനെയാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ ഷോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ വീഡിയോഗ്രഫി സിനിമാറ്റിക്കലി നിങ്ങൾ അത് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്തു നോക്കുക. ആൻഡ് അതിൻ്റെ തന്നെ ഒരു സബ് ആയിട്ട് വരുന്ന ഒരു റൂളും കൂടെയാണ് ലീഡിങ് ദ ലൈഫ് ആൻഡ് സിമെട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ റൂൾസിൽ വരുന്ന റൂൾസ്, വീഡിയോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രഫി റൂൾസിൽ വരുന്ന കുറച്ച് റൂൾസ് ആണ്. നമ്പർ 3 എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ഒരു വീഡിയോഗ്രഫിയുടെ ഒരു ഫോട്ടോയുടെ തന്നെ മെയിൻ കോർ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് അവിടെ മോശമായി കഴിഞ്ഞാൽ ആ എൻ്റെ വിഷ്വലിന് തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്തെ ലൈറ്റിങ്ങിനാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ തന്നെ കണ്ടറിയാം, എൻ്റെ ഈ ഒരു സൈഡിലാണ് ലൈറ്റ് അടിക്കുന്നത്, ഈ ഒരു സൈഡ് ഡാർക്കായിട്ട് ആണ് ഇരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിഷ്വലി നിങ്ങൾക്കൊരു നല്ല ഒരു പ്ലേസിങ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈറ്റ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഔട്ട്ഡോർ ആണെങ്കിലും
സൺലൈറ്റ് നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു മോർണിംഗിലൊരു സൺ ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ലൈറ്റിങ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നതാണ്. അത് ആ ഒരു ലൈറ്റിങ് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഷോട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇമേഴ്സീവ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എക്സാമ്പിൾസ് കുറേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസാണ് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ലൈറ്റിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോഗ്രാഫിയിലെ ആണെങ്കിലും ഫോട്ടോഗ്രാഫിയിലെ ഒരു മെയിൻ കീ എന്ന് പറയുന്നത് ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. ലൈറ്റ് നിങ്ങൾ വേണ്ട വിധത്തിൽ ഇതുപോലെ അറേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ നാച്ചുറലായി വരുന്ന ലൈറ്റ് ആ ഒരു ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 4th പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറ മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചുമ്മാ നേരെ പിടിച്ച് എടുക്കുന്നേക്കാൾ ഉപരി അത് കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഷോട്ടുകൾ പ്ലാൻ ചെയ്യുക. അതായത് നമ്മളൊരു സ്റ്റില്ലായിട്ടിരിക്കുന്ന ഒരു വസ്തു ഒരു 4 സെക്കൻഡിൽ കൂടുതൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടിരിക്കില്ല. അപ്പോൾ നമ്മളൊരു ക്യാമറ മൂവ്മെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ 4 സെക്കൻഡിൽ കൂടുതൽ ഒരു മൂവ്മെന്റ് ഉള്ളൊരു ഒരു സംഭവം നിങ്ങൾ വീഡിയോഗ്രാഫിയിൽ ഉപയോഗിക്കാതിരിക്കുക. എഡിറ്റിങ്ങിനും അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം 4 സെക്കൻഡ് മാത്രമാണ് നമുക്കൊരു നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. 4 സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോസ് നമ്മൾ സ്റ്റില്ലായിട്ടുള്ളൊരു വീഡിയോസ് നമ്മൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ക്യാമറ മൂവ്മെന്റ്സിൽ നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സിനിമാറ്റിക് വീഡിയോ ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ സ്ലോ മോഷൻ അതുപോലെ ഫാസ്റ്റ് മോഷൻ എല്ലാ ടൈപ്പ് വീഡിയോസ് നിങ്ങൾ എടുത്ത് പഠിക്കുക. അത് യൂസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അറ്റ് ലാസ്റ്റ് 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു വീഡിയോഗ്രാഫി നമ്മുടെ വീഡിയോസ് ഇച്ചിരി മോശമായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് 5ാമത്തെ പോയിന്റായ എഡിറ്റിങ്ങിൽ നമുക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ലൈറ്റിംഗ് ഇച്ചിരി കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും കളർ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇച്ചിരി ഫാസ്റ്റ് കൂട്ടണമെങ്കിൽ എല്ലാം നമുക്ക് ഈ എഡിറ്റിങ്ങിലൂടെ ലാസ്റ്റ് മൊത്തം അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എഡിറ്റിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ സൗണ്ട് എഫക്റ്റ് ഒക്കെ കയറ്റി നമ്മൾ മാക്സിമം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക, കളർ ഗ്രേഡിങ് എല്ലാം ചെയ്യുന്നത് എല്ലാം ഈ എഡിറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ 5ാമത്തെ പോയിന്റിലെ എഡിറ്റിങ്ങിൽ മാക്സിമം സെറ്റാക്കി എടുക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾ ഈ ആദ്യത്തെ എല്ലാ പോയിന്റും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിൽ അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആൻഡ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങിലൂടെ മൊത്തം തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് പോയിന്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിനിമാറ്റിക്കലി ഉള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ വീഡിയോ. ആൻഡ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ.